ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കാട്ടൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു സാമ്പാർ വയ്ക്കാമെന്ന് കരുതിയാണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഈ കായ്. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ പീച്ചങ്ങ എന്ന് പറയും, ഇവിടെയാണെങ്കിൽ ഈരേക്കായ എന്ന് പറയും. ഈ കർണാടകയിലെ ഈരേക്കായ എന്ന് പറയും, തമിഴ്നാട്ടിലെ പീക്കങ്ക എന്ന് പറയും. അപ്പം നമുക്കിതെങ്ങനെയാണ് സാമ്പാർ വെക്കുന്നതെന്ന് നോക്കാം. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാമ്പാറിനകത്ത് നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നില്ല, പിന്നെ ഇതിനകത്ത് പുളി ചേർക്കുന്നില്ല. തോരൻ പരിപ്പല്ല ഇടുന്നത്, നമ്മുടെ ചെറുപയർ പരിപ്പാണ് ഇടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പ് ആദ്യം ഒന്ന് ഒരു ചീനിച്ചട്ടിയിലിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് കുക്കറിനകത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് അങ്ങനെയും വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ഒരു കുക്കറുള്ളപ്പോൾ പെട്ടെന്ന് നമ്മൾ കുക്കറിനകത്തിട്ട് അങ്ങ് എടുക്കത്തില്ലേ, ഞാനും അതുപോലെയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വറുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്തിട്ട് ഒരു 3 വിസിലിട്ട് എടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. എപ്പോഴും ഇത് വറുത്ത് എടുക്കാമുള്ള, കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഇവിടെ ഓഫ് ചെയ്യാമേ. ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായി ഒരു 2-3 വട്ടം കഴുകിയിട്ട് കുക്കറിനകത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേവിക്കാൻ കുക്കറിലിടുമ്പോൾ ഒരു ശകലം മഞ്ഞപ്പൊടിയും ഒരിച്ചിരി നെയ്യും കൂടി ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നത്. നമുക്ക് സ്റ്റൗ ഇവിടെ ഓഫ് ചെയ്യാം. അതവിടെ ഇരുന്ന് വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഈരക്കായ ഒന്ന് ചീകി എടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളയാം. നമുക്കിത് രണ്ടാക്കാം. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മളിങ്ങനെ ഇത് വെച്ചിങ്ങനെ ചീകി എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഈരക്കായെല്ലാം ഞാനിവിടെ തോലെല്ലാം കളഞ്ഞ് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. ഫുള്ള് തൊലിയൊന്നും കളഞ്ഞില്ലല്ലോ, ആ കരിന്തൊലി ഒന്ന് പോയേച്ചാൽ മതി. കൂടുതലൊന്നും അതിൻ്റെ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തെ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്കിത് പിഞ്ച് കായായ കാരണം ഇത് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാമേ. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ സാമ്പാറിന് കട്ട് ചെയ്യത്തില്ലേ, ആ രീതിയിൽ പോകും മതിയേ. ഈ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇതിൽ ചില കായുണ്ട്, ഇത് കൈക്കും ഇത്. അപ്പൊ ചിലരെന്തെടുക്കും, നമ്മളിത് ഒരു ശകലം അടുപ്പിലിട്ടൊന്ന് ചുട്ട് വായില വെച്ച് നോക്കി ആ കയ്പ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയേ. ഇതിപ്പോ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കായ നല്ല കായാണ്, അങ്ങനെ കയ്പ് രസം ഉള്ളതായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഞാൻ 2 സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് റെക്കോർഡായില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് തക്കാളിയാണ്. തക്കാളി പുളിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പക്ഷെ നമ്മൾ ഇതിനകത്തോട്ട് പുളി ഇടുന്നില്ല. ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് കാരണം ഇവിടെ പുളി കുറവ് മതി. അത് കാരണം ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ തക്കാളിയായിരുന്നു. അതും ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു കൊടുക്കുന്നു. അടുത്തതായിട്ട് വേണ്ടിയത് പച്ചമുളകാണ്. നമ്മളിവിടെ സാമ്പാർ പൊടി ഇടുന്നില്ല, അത് കാരണം നമുക്ക് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ഒത്തിരി എരിവില്ലാത്തതാണ്, നല്ല നീളമുള്ളതാണ്, വലിയ പച്ചമുളകാണ്. നമുക്ക് ഇത് ഒന്ന് അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്, 4 എണ്ണം വന്ന് ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് നന്നായി ഇവിടെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാമേ. നമുക്കതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ആവശ്യമായ വെള്ളം ഒഴിക്കാം. അവരവർക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും പരിപ്പ് എടുക്കാം, കഷ്ണങ്ങളും എല്ലാം അതുപോലെ എടുക്കാം. ഞങ്ങളിവിടെ
ടിക്കറ്റ് കുറവായ കാരണം ഞാൻ കുറച്ചേ എടുത്തിട്ട്. ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒരു ചിരവ തേങ്ങ തിരുമിയതും കൂടെ ഇട്ട് കൊടുക്കാന്ന്. തമിഴ്നാട്ടിലെ എല്ലാ കറികൾക്കും അവര് സാമ്പാറിന് അവര് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കും ഇങ്ങനെ. അതെന്തോ അവരുടെ ഒരു കൾച്ചറാണത്. നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിടാം, കഴിച്ചു പോയെങ്കിൽ എന്നെ എടുക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പരിപ്പിന് മഞ്ഞപ്പൊടി ഇട്ടതാണ്. തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പൊ എനിക്ക് ഈ കളറ് മതിയേ, അതുകൊണ്ട് ഞാനിവിടെ ഇന്നും ചേർക്കുന്നില്ല. നമുക്കിപ്പോൾ സ്റ്റൗ കത്തിച്ച് സാമ്പാർ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നോക്കിയ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്കിനി ഇതിനൊരു കടുക് വറുത്തിടാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. നമുക്കതിനകത്തോട്ട് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക, അരിഞ്ഞത് ചുമന്നുള്ളി, കറിവേപ്പില, പിന്നെ ശകലം ജീരകം. നന്നായൊന്ന് മൂക്കട്ടെ. നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നില്ല. പകരം നമ്മളൊരു ശകലം കായപ്പൊടി ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. ശകലം ഇട്ടാൽ മതി. നമുക്കിത് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈരക്കായ് സാമ്പാർ, നമ്മുടെ പീച്ചങ്ങ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ശകലം മല്ലിയിലയും കൂടെ അരിഞ്ഞു ചേർക്കാം. ഇത്രയേ ഉള്ളൂ, ഈസിയാണ് നമുക്ക്. പിന്നെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഈരക്കായ് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സാമ്പാർ ഇഷ്ടമായാൽ, റെസിപ്പി ഇഷ്ടമായാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ ബൈ.